നോക്കുന്ന ഒരു നോട്ടം ഈ കവിതകളിലുണ്ട്. ആ നോട്ടത്തിന്റെ ഫലങ്ങളാകട്ടെ അത്ഭുതകരങ്ങളാണ്. അദ്ദേഹത്തിന്റെ ദർശനത്തിന് ഒരു സവിശേഷമായ പരോക്ഷത ഉണ്ട്. പക്ഷെ കവിതയുടെ തന്നെ ഒരു വലിയ സവിശേഷതയാണ് ഈ പരോക്ഷത. പലപ്പോഴും കവിത ഒരു പ്രസ്താവന പോലെ, ഒരു പ്രഖ്യാപനം പോലെ, ഒരു മുദ്രാവാക്യം പോലെ നേരിട്ട് ഉറക്കെ നമ്മോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. പതുക്കെ പരോക്ഷമായി ധ്വനികളിലൂടെ, വിവക്ഷകളിലൂടെ ലോകത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കൃത്യമായും ഒരു ആദ്യ സമാഹാരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ കവിതയുടെ തത്വം സ്വായത്തമാക്കിയിട്ടുള്ള ഒരാളാണ് സച്ചിൻ എന്ന് ഈ കവിതകളെല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തും. 5 ഭാഗങ്ങളായിട്ടാണ് ഈ കവിതകളെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഏതാണ്ട് പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 5 ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ഈ കവിതകളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പക്ഷെ ആ കവിതകളൊക്കെ പൊതുവായ ഒരു സവിശേഷത വളരെ ഉചിതമായ രൂപകങ്ങളും ഉചിതമായ ബിംബങ്ങളും തന്റെ അനുഭവത്തിന്റെ ഭാഷ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുവെന്നാണ്. മറ്റൊന്ന് നിരന്തരമായി കാണുന്ന ആത്മാന്വേഷണമാണ്. അവനവനെ തന്നെ ചോദ്യം ചെയ്യാൻ, അവനവന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാനുള്ള നിരന്തരമായ ശ്രമം. നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന പോലെ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന ഈ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ദാർശനിക ഹൃദയം സച്ചിന്റെ കവിതകളിൽ ഉണ്ട്.